ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബട്ട്റോഡ് പാർക്കിൽ ശുചിമുറി മാലിന്യം തള്ളി കരാറുകാരൻ. ഗാനഗന്ധർവൻ KJ യേശുദാസിന് 86-ാം പിറന്നാൾ. ഖുർആൻ അത്ഭുതപ്പെടുത്തുന്ന ഭവ്യ തേജസ് എന്ന പുസ്തകം വായനക്കാരിലേക്ക്. പ്രവാസികളുടെ ക്ഷേമവും സാമൂഹ്യ സാമ്പത്തിക ഉന്നമനവും ലക്ഷ്യമിട്ട് കോഴിക്കോട്ട് പ്രോഗ്രസീവ് മൈഗ്രൻസ് ഓർഗനൈസേഷൻ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് ബട്ട്റോഡ് പാർക്കിൽ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ നിയന്ത്രണത്തിലുള്ള ശുചിമുറി കെട്ടിടത്തിൽ നിന്നുള്ള മാലിന്യം കരാറുകാരൻ പുറത്തെടുത്ത് പാർക്കിലും വരക്കൽ ബീച്ച് പരിസരത്തും തള്ളി. നാട്ടുകാരുടെ പ്രതിഷേധത്തെയും കൗൺസിലറുടെ ഇടപെടലിനെയും തുടർന്ന് 6 മണിക്കൂറുകൾക്ക് ശേഷം മാലിന്യം നീക്കി. ഞായറാഴ്ച പുലർച്ചെയാണ് ബട്ട്റോഡ് കുട്ടികളുടെ പാർക്കിൽ തെക്കുഭാഗത്തെ കുളത്തിന് സമീപത്തും നടപ്പാതയിലും വരക്കൽ ബലിതർപ്പണ ബീച്ചിലെ മതിലിനോട് ചേർന്നുള്ള സ്ഥലത്തും മാലിന്യം ഒഴുക്കിയത്. രാവിലെ നടക്കാനിറങ്ങിയ നാട്ടുകാരാണ് സംഭവം കണ്ടത്. തുടർന്ന് നാട്ടുകാർ കൗൺസിലർ K. സരിതയെ അറിയിച്ചു. പാർക്കിൽ ശുചിമുറി മാലിന്യം ഒഴുക്കിയതിനാൽ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ പാർക്കിന്റെ ഗേറ്റ് പൂട്ടി സമീപത്തെ തട്ടുകടകളും അടപ്പിച്ചു. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് അഗ്നിരക്ഷാ സേന എത്തി പാർക്കിലെ നടപ്പാതയിലെ ശുചിമുറി മാലിന്യം കഴുകി വൃത്തിയാക്കി. ബീച്ചിൽ തള്ളിയ മാലിന്യം മണ്ണുമാന്തി എത്തിച്ച് 2 ലോഡ് ലോറിയിൽ കൊണ്ടുപോയി. 1.5 വർഷം മുൻപാണ് ആധുനിക രീതിയിൽ ശുചിമുറി നിർമ്മിച്ചത്. ടാങ്ക് നിറഞ്ഞതിനാൽ 3 ദിവസമായി അടച്ചിട്ടതായിരുന്നു. തുടർന്ന് മാലിന്യം നീക്കാൻ DTPC സ്വകാര്യ കരാറുകാരനെ ചുമതലപ്പെടുത്തി. കരാറുകാരൻ ശുചിമുറി മാലിന്യം പരിസരത്ത് ഒഴുക്കിവിട്ടതാണെന്ന് DTPC ഉദ്യോഗസ്ഥർ പറഞ്ഞു. മാലിന്യം തള്ളിയ സംഭവത്തിൽ കേസെടുത്ത് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് കൗൺസിലർ K. സരിത വെള്ളയിൽ പോലീസിൽ പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഗാനഗന്ധർവൻ KJ യേശുദാസിന് 86-ാം പിറന്നാൾ. കഴിഞ്ഞ 6.5 പതിറ്റാണ്ടിലേറെയായി മലയാളികളുടെ പുലരികളെയും സന്ധ്യകളെയും സംഗീത സാന്ദ്രമാക്കുന്നത് യേശുദാസിന്റെ സ്വരമാണ്. നമ്മുടെ ജീവിതവുമായി ഇഴചേർന്നിരിക്കുകയാണ് ആ ആലാപനം. കലൈമാനെ കന്നിമയിലെന കണ്ടേനുനൈ നാനേ കണ്ണേ കലൈമാനെ കന്നിമയിലെന കണ്ടേനുനൈ നാനേ. മലയാള സംഗീത ലോകത്തെ ഗാനഗന്ധർവൻ KJ യേശുദാസിന് 86-ാം പിറന്നാളാണ്. അരനൂറ്റാണ്ടായി സംഗീത ലോകത്ത് സജീവമായ യേശുദാസ് ചലച്ചിത്ര സംഗീത ലോകത്ത് മാത്രമല്ല കർണാട്ടിക് സംഗീത രംഗത്തും തിളങ്ങി നിന്നു. ആസാമീസ്, കാശ്മീരി, കൊങ്കിണി ഒഴികെയുള്ള സകല ഭാഷകളിലും യേശുദാസ് പാടിയിട്ടുണ്ട്. ും 1940 ജനുവരി 10 ഫോർട്ട് കൊച്ചിയിൽ ജനിച്ച യേശുദാസ് മികച്ച ഗായകനുള്ള ദേശീയ പുരസ്കാരം 8 തവണയാണ് നേടിയത്. കൂടാതെ കേരള, തമിഴ്നാട്, ആന്ധ്ര, കർണാടക, ബംഗാൾ സംസ്ഥാന സർക്കാരിന്റെ മികച്ച ഗായകനുള്ള അവാർഡും കരസ്ഥമാക്കിയിട്ടുണ്ട്. ശുദ്ധ സംഗീത ലോകത്തേക്ക് യേശുദാസിനെ കൈപിടിച്ചുയർത്തിയത് അച്ഛൻ അഗസ്റ്റ്യൻ ജോസഫ് തന്നെയായിരുന്നു. തിരുവനന്തപുരത്തെ മ്യൂസിക് അക്കാദമി, തൃപ്പൂണിത്തറ RLV സംഗീത കോളേജ് എന്നിവിടങ്ങളിൽ സംഗീത വിദ്യാഭ്യാസം നടത്തി. ആകാശവാണി നടത്തിയ ശബ്ദ പരിശോധനയിൽ പരാജയപ്പെട്ടിട്ടുണ്ട് യേശുദാസ്. കർണാട്ടിക് സംഗീതത്തിലെ മുടിച്ചൂട മന്നനായ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതത്തിന്റെ കീഴിൽ സംഗീതം അഭ്യസിച്ചു. പച്ചപ്പാനന്ദത്തെ
പുന്നാരപ്പൂമൊത്തേ ഒന്നല്ലിൻ പൂങ്കരളേ. 1961 നവംബർ 14 യേശുദാസിന്റെ ആദ്യ ഗാനം റെക്കോർഡ് ചെയ്തു. സംവിധായകൻ KS ആന്റണിയുടെ കാൽപ്പാടുകൾ എന്ന സിനിമയിലായിരുന്നു തുടക്കം. ഖുർആൻ അത്ഭുതപ്പെടുത്തുന്ന ഭവ്യ തേജസ് എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ഡോക്ടർ ഹുസൈൻ മടവൂരിൽ നിന്നും ആചാര്യ AKB നായർ പുസ്തകം ഏറ്റുവാങ്ങി. CP ആലിക്കോയയാണ് പുസ്തകം രചിച്ചത്. CP ആലിക്കോയ രചിച്ച ഖുർആൻ അത്ഭുതപ്പെടുത്തുന്ന ഭവ്യ തേജസ് പുസ്തകം ഡോക്ടർ ഹുസൈൻ മടവൂർ ആചാര്യ AKB നായർക്ക് നൽകി പ്രകാശനം ചെയ്തു. വെറുപ്പും വിദ്വേഷവും ശത്രുതയും വരുമ്പോൾ നമ്മൾ വിലപിടിച്ച സമയം ആയുസ് അത് ചോർന്നു പോകും. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ, ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ നമ്മൾ ഇത് നന്മയാണ് ചെയ്യേണ്ടത്. അതിന് നമുക്ക് പൂർണ്ണ തൃപ്തിയോട് തീർക്കാൻ പറ്റുന്ന സമയം കൂടിയില്ലെങ്കിലും ആ നന്മയിൽ തന്നെ ആകട്ടെ നമ്മുടെ ജീവിതം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എഞ്ചിനീയർ P മുഹമ്മദ് കോയ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ ഷഹദ് ബിൻ അലി പുസ്തക പരിചയം നടത്തി. CA ഉമർ കോയ, EP മുഹമ്മദ്, പ്രൊഫസർ ഉമർ ഫാറൂഖ് എന്നിവർ ആശംസകൾ നേർന്നു. ഖുർആനെ കുറിച്ച് എഴുതിയ ആളുകൾ ലോകാടിസ്ഥാനത്തിൽ നോക്കിയാൽ അറിയാം, അവർ പാരമ്പര്യ മുസ്ലിം പണ്ഡിതന്മാരല്ല. പലരും മൗലവിമാരെന്ന് പറയുന്ന ഗണത്തിൽപ്പെട്ടവരല്ല. ഇപ്പോൾ റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമി മുസ്ലിം വേൾഡ് ലീഗ് മക്ക ബേസ്ഡ് ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷനാണ്. അതിൻ്റെ ദീർഘകാല ജനറൽ സെക്രട്ടറി ആയിരുന്നു ഡോക്ടർ അബ്ദുള്ള ഉമർ നസീഫ്. അദ്ദേഹത്തിൻ്റെ PhD ഓഷ്യനോഗ്രാഫിയിലാണ്, സമുദ്രശാസ്ത്രം. അതുപോലെ ഖുർആൻ പ്രഭാഷണങ്ങൾ ധാരാളം നടത്തിയ ഒരു വ്യക്തിയാണ് ബോംബെയിലെ ഡോക്ടർ ജാക്കിർ നായിക്. അദ്ദേഹം ഒരു മെഡിക്കൽ ഡോക്ടറാണ്. പൊന്നാനിയിലെ എഞ്ചിനീയർ ഉസ്മാൻ സാഹിബ്, അദ്ദേഹം ഖുർആനെ കുറിച്ച്, ആകാശലോകത്തെക്കുറിച്ച്, ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അദ്ദേഹവും ഞാൻ ഈ പറഞ്ഞ പോലെ അറബി ഭാഷ പഠിച്ച് അങ്ങനെ വന്ന ഒരു പണ്ഡിതനല്ല. TV റഫീഖ് സ്വാഗതവും അബ്ദുൽ സത്താർ PP നന്ദിയും പറഞ്ഞു. ഗ്രന്ഥകർത്താവ് CP ആലിക്കോയ മറുമൊഴി നടത്തി. പീപ്പിൾസ് റിവ്യൂ പബ്ലിക്കേഷൻസ് ആണ് പ്രസാധകർ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രവാസികളുടെ ക്ഷേമവും സാമൂഹ്യ സാമ്പത്തിക ഉന്നമനവും ലക്ഷ്യമിട്ട് രൂപീകരിച്ച പ്രോഗ്രസീവ് മൈഗ്രന്റ്സ് ഓർഗനൈസേഷൻ സെൻട്രൽ ഓഫീസ് കോഴിക്കോട് പുഷ്പ ജംഗ്ഷനിൽ പ്രവർത്തനം തുടങ്ങി. CMP സംസ്ഥാന സെക്രട്ടറി CN വിജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രവാസികൾ നേരിടുന്ന നിയമ, സാമ്പത്തിക, തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഏകോപിതമായ പരിഹാരം നൽകുന്നതിനായി പ്രവർത്തിക്കുന്ന സേവന കേന്ദ്രമായി PMO സെൻട്രൽ ഓഫീസ് പ്രവർത്തിക്കുമെന്ന് ഓഫീസിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CN വിജയകൃഷ്ണൻ പറഞ്ഞു. പ്രവാസികൾക്കാവശ്യമായ സർക്കാർ ക്ഷേമ പദ്ധതികൾ, നിയമപരമായ പരിരക്ഷ, ഇൻഷുറൻസ്, സാമ്പത്തിക സുരക്ഷ, തൊഴിൽ സഹായം, പുനരധിവാസം, വിസ, ട്രാവൽ ടിക്കറ്റ് സേവനങ്ങൾ തുടങ്ങിയവ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്നതാണ് കേന്ദ്രത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാലഘട്ടത്തിന്റെ അനിവാര്യത എന്ന് പറയുന്നത് റഷ്യയും ഇന്ത്യയും ചൈനയും ഒന്നിക്കേണ്ട കാലഘട്ടം കഴിഞ്ഞു. ലോകത്തെ മനുഷ്യരെ രക്ഷിക്കാൻ ഇനി അങ്ങനെയുള്ളൊരു കാര്യമാക്കുകയാണ്. എപ്പോഴാണ് നമ്മുടെ ഒക്കെ സ്ഥിതികൾ മാറുക എന്നറിയാം. ചടങ്ങിൽ ജനറൽ സെക്രട്ടറി NP അബ്ദുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു. IUML കോഴിക്കോട് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് NC അബൂബക്കർ, CMP കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ബാലഗംഗാധരൻ, MVR ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ അഷറഫ് മണക്കടവ്, കാലിക്കറ്റ് സിറ്റി ബാങ്ക് ഡയറക്ടർ അബ്ദുൽ അസീസ്, അഡ്കോസ് ചെയർമാൻ അഷറഫ് കായക്കൽ, ഡോക്ടർ മോഹൻദാസ്, അൻവർ കുനിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. PMO ട്രഷറർ TMA ഹമീദ്, പ്രസിഡന്റ് നസീൽ ഇബ്രാഹിം തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ചായ ചായ വിളി തുടങ്ങി. ഉഷേ ചായ. ഉഷ ഇവിടെ ഇല്ല. എന്നാ നിനക്കൊരു ചായ. അച്ഛനൊരു ചായ ഉണ്ടാക്കിയപ്പോ എന്താ? റിട്ടയേഴ്സ് ചായ ഉണ്ടാക്കാൻ. അതിനൊരു വഴിയുണ്ട്, വാ. മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ. ഇനി നല്ല അടിപൊളി ചായ ഉണ്ടാക്കാൻ ഏതൊരു പോലീസുകാരനും പറ്റും. പാലിന്റെ ഗുണമേന്മയോടെ മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ റിച്ച് ടേസ്റ്റി ചായക്ക്. അമ്മയുടെ ചായയൊക്കെ കൊള്ളാം അല്ലേ? ഉവ്വേ, ടേസ്റ്റി ചായ ഈസിയായി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മാനാഞ്ചിറ സ്പോർട്സ് കൗൺസിൽ ഓപ്പൺ ജിം വാക്കേഴ്സ് അസോസിയേഷൻ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം നടത്തി. അഹമ്മദ് ദേവർകോവിൽ MLA ഉദ്ഘാടനം ചെയ്തു. അംഗങ്ങളുടെ കലാപരിപാടികൾ അരങ്ങിലെത്തി. കോഴിക്കോട് സ്പോർട്സ് കൗൺസിൽ ഓപ്പൺ ജിം വർക്കേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷ പരിപാടികൾ അഹമ്മദ് ദേവർകോവിൽ MLA ഉദ്ഘാടനം ചെയ്തു. സ്റ്റേറ്റ് മാസ്റ്റേഴ്സ് ഗെയിംസ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ആൻഡ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ അനിൽകുമാർ MP അഹമ്മദ് ദേവർകോവിൽ ഓപ്പൺ ജിമ്മിന്റെ ഉപഹാരം നൽകി. ഈ കൂട്ടായ്മ നമുക്ക് നിലനിർത്തി പോകേണ്ടതുണ്ട്. അതിന് സ്വാഭാവികമായും ഈ മാനാഞ്ചിറയിൽ സ്ഥിരമായി വന്നു പോകുന്ന നിങ്ങൾക്ക് നിങ്ങളുടേതായ പങ്ക് ഇവിടെ അർപ്പിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ ഒരു സ്പോർട്സ് ആക്ടിവിറ്റി നിലനിർത്താനുള്ള നിങ്ങളുടെ ആ വലിയ മനസ്സിന് ഞാൻ പ്രശംസിക്കാൻ കൂടി ആഗ്രഹിക്കുകയാണ്. നിങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ നേരത്തെ നമ്മളെ രാജേട്ടൻ നിന്ന പോലെ തന്നെ സ്ഥലം MLA എന്ന നിലക്ക് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകുന്നു. അഡ്വക്കേറ്റ് കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ സാറ ജാഫർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജയാനന്ദൻ, അനിൽകുമാർ VB, സനോജ്, അബൂബക്കർ, അഹമ്മദ് കബീർ, സ്പോർട്സ് കൗൺസിൽ ഓപ്പൺ ജിം പരിശീലകൻ അനിൽകുമാർ MP തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് കുടുംബമേളയോടനുബന്ധിച്ച് സ്പോർട്സ് മീറ്റ് സംഘടിപ്പിച്ചു. അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കായിക മത്സരങ്ങൾ നടന്നു. MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. കാലിക്കറ്റ് പ്രസ് ക്ലബ് കുടുംബമേളയുടെ ഭാഗമായി സ്പോർട്സ് മീറ്റ് സംഘടിപ്പിച്ചു. അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കായിക മത്സരങ്ങൾ നടന്നു. ലയോള സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന കായികമേള MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. കുടുംബമേളയ്ക്ക് മുന്നോടിയായി എല്ലാവരെയും എല്ലാ കുടുംബാംഗങ്ങളെയും ഒരുമിച്ചിരുത്തുന്നു എന്നുള്ളത് പ്രസ് ക്ലബിൻ്റെ ഒരു മിടുക്കായി ഞാൻ കാണുകയാണ്. അതുമാത്രമല്ല, എനിക്ക് ഒരു നിർദ്ദേശം പ്രസ് ക്ലബിന് മുമ്പിൽ വയ്ക്കാനുള്ളത്, എല്ലാ വർഷവും ഈ മാധ്യമപ്രവർത്തകരുടെ കുടുംബാംഗങ്ങളുമായി ഒരു ദൂരയാത്ര കൃത്യമായി ഓരോ വർഷവും നടത്തുന്നതിനെ കുറിച്ച് കൂടി ഗൗരവമായി ആലോചിക്കണം എന്നുള്ളതാണ്. സാൽപിഡോ ഇലക്ട്രോണിക്സ് ഡയറക്ടർ നാസിം ബക്കർ ജേഴ്സി പ്രകാശനം നിർവഹിച്ചു. പ്രസ് ക്ലബ് പ്രസിഡന്റ് EP മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു.
കേരള പത്രപ്രവർത്തക യൂണിയൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് കമാൽ വരദൂർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എം ഫിറോസ് ഖാൻ, എം കെ സുഹൈല, പ്രസ് ക്ലബ് വൈസ് പ്രസിഡന്റ് കെ എസ് രേഷ്മ എന്നിവർ സംസാരിച്ചു. പ്രസ് ക്ലബ് സെക്രട്ടറി പി കെ സജിത്ത് സ്വാഗതവും സ്പോർട്സ് കമ്മിറ്റി കൺവീനർ നിസാർ കൂമണ്ണ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മനോജ് തെക്കേടത്തിന്റെ കവിതാ സമാഹാരം വീട് വരയ്ക്കുന്ന കുട്ടി പ്രകാശനം ചെയ്തു. കവി പി കെ ഗോപിയിൽ നിന്നും മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കെ എഫ് ജോർജ് പുസ്തകം ഏറ്റുവാങ്ങി. സാഹിത്യ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച മനോജ് തെക്കേടത്തിന്റെ കവിതാ സമാഹാരം വീട് വരയ്ക്കുന്ന കുട്ടി കവി പി കെ ഗോപി പ്രകാശനം ചെയ്തു. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കെ എഫ് ജോർജ് പുസ്തകം ഏറ്റുവാങ്ങി. അക്ഷരങ്ങളെ സ്നേഹിക്കുന്നവർക്കെല്ലാം 51 അക്ഷരങ്ങളാണ് ആയുധങ്ങളെന്ന് പി കെ ഗോപി പറഞ്ഞു. അക്ഷരത്തെ പൂജിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അക്ഷരത്തെ പൂജിക്കുന്ന ആയുധത്തെ പൂജിക്കുന്നവരുടെ കാര്യമല്ല പറഞ്ഞത്. ആയുധത്തെ പൂജിക്കണം, പക്ഷെ അത് കൃഷിക്കുള്ള ആയുധത്തെ കുറിച്ചാണ് പറയുന്നത്, മാരകായുധത്തെ കുറിച്ചല്ല, ജീവനെടുക്കുന്ന ആയുധത്തെ കുറിച്ചല്ല പറയുന്നത്. ജീവൻ കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ആയുധമുണ്ടാകും, അത് ആശയത്തിൽ നിന്ന് രൂപാന്തരപ്പെടുന്നതാണ്. അതൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏതുകാലം തുടങ്ങിയതാണ് ഈ ഭാഷ കൊണ്ടുള്ള പ്രയോഗ സൗകുമാര്യത്തിൻ്റെ കൊടുക്കൽ വാങ്ങൽ. എത്രയോ കാലം മുമ്പ് തുടങ്ങിയതാണ്. ഒട്ടും സമയം കളയാനില്ല നമുക്ക് സത്യത്തിൽ. കവയിത്രി ഡോക്ടർ ആര്യ ഗോപി ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. സാഹിത്യനഗരം നോഡൽ ഓഫീസർ എ കെ സരിത, ദർശനം സാംസ്കാരിക വേദി രക്ഷാധികാരി എം എ ജോൺസൺ, സാഹിത്യ പബ്ലിക്കേഷൻസ് മാനേജിംഗ് എഡിറ്റർ സുദീപ് തെക്കേപ്പാട്ട്, ചിത്രകാരൻ റോയ് കാരാത്ര, മോഹനൻ പുതിയോട്ടിൽ, സുഗന്ധി എ വി, നോബി ബെൻഡക്സ്, രാധിക ദീപക്, മനോജ് തെക്കേടത്ത് എന്നിവർ സംസാരിച്ചു. മലയാള മനോരമ കോഴിക്കോട് യൂണിറ്റിലെ അസിസ്റ്റന്റ് എഡിറ്ററാണ് മനോജ് തെക്കേടത്ത്. മലാപ്പറമ്പ് മൊണാസ്ട്രി ഓഫ് ലവിലാണ് പ്രകാശന ചടങ്ങ് നടന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഇന്നെന്താ ഓഫീസിൽ നിന്ന് വൈകിയത്? ഒന്നും പറയണ്ട, നല്ല തിരക്കായിരുന്നു. ഇന്നും പാല് വാങ്ങാൻ മറന്നോ? ഞാനത് അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞ ഞാൻ വാങ്ങിച്ചു. അതും മിൽമയുടെ ലോങ് ലൈഫ് പാൽ. ഇത് ഒരുപാടുണ്ടല്ലോ, ഇത്രയും വാങ്ങിയ കേടാവില്ലേ? ഇല്ലെന്നേ, അതിനെ കുറിച്ചൊക്കെ ഞാൻ പഠിച്ചു. മിൽമ ലോങ് ലൈഫ് പാൽ അത്യാധുനിക UHT സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സംസ്കരിച്ച് അണുവിമുക്തമാക്കി 5 ലെയർ അസെപ്റ്റിക് പാക്കിംഗിലാണ് ലഭിക്കുന്നത്. തണുപ്പിക്കാതെ തന്നെ 3 മാസം വരെ കേടാവാതിരിക്കും. പാക്കറ്റ് പൊട്ടിച്ച ശേഷം മാത്രം തണുപ്പിച്ച് സൂക്ഷിച്ചാൽ മതി. കൂടാതെ വൈറ്റമിൻ എയും ഡിയും ഉണ്ട്. മായ ഒന്നുമില്ല. സാങ്കേതിക വിദ്യ പോയ പോക്കെ. വിശ്വസിക്കാം മിൽമയെ. അപ്പൊ ഇനി പാല് മുടങ്ങില്ലല്ലേ? ഇനി വാങ്ങാം മിൽമ ലോങ് ലൈഫ് പാൽ. സേഫ് ആണ്, ഹെൽത്തി ആണ്. മിൽമ, കേരളം കണി കണ്ടുണരുന്നു. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഫറൂഖിൽ കളിമുറ്റം അഭിനയ ശില്പശാല സംഘടിപ്പിച്ചു. നല്ലൂർ നാടകോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് ശില്പശാല നടത്തിയത്. ഫറൂഖ് മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ പി കെ ഷബീർ അലി ഉദ്ഘാടനം നിർവഹിച്ചു. കോഴിക്കോടൻ കളിത്തട്ടിന്റെ ആഭിമുഖ്യത്തിൽ നല്ലൂർ നാടകോത്സവത്തിന്റെ ഭാഗമായി കുട്ടികൾക്കായി കളിമുറ്റം അഭിനയ ശില്പശാല സംഘടിപ്പിച്ചു. അഭിനേത്രിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ നിതിന്യ പി ശില്പശാല നയിച്ചു. മഴവിൽ മനോരമ ബമ്പാച്ചേരി കോമഡി ടീം ആർട്ടിസ്റ്റുകളായ സിന്ധു പി, ബീന പി എന്നിവർ കുട്ടികളുമായി സംവദിച്ചു. ശില്പശാല ഫറൂഖ് മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ പി കെ ഷബീർ അലി ഉദ്ഘാടനം ചെയ്തു.
നിങ്ങളിൽ ഓരോ കുട്ടികളിലും അഭിനേതാക്കളുണ്ടാവും. അതിനെ വാർത്തെടുക്കാനുള്ള ഒരു അവസരമാണ് ഇവിടെ കോഴിക്കോട് കളിത്തട്ടിൽ കൂടെ ഒരുക്കിയിട്ടുള്ളത്. ഈ നാടകത്തിൻ്റെ അവസാന സമയത്ത് നിങ്ങൾ ഓരോരുത്തരും നാടറിയപ്പെടുന്ന നല്ല നാടകൃത്തുക്കളായി വരണമെന്ന് എനിക്ക് ആരുമായി പറയാനുള്ളത്. ബാബു ഒലിപ്രം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൗൺസിലർമാരായ ഇ ബിന്ദു, സുഭാഷ് മാസ്റ്റർ, GJ UP സ്കൂൾ പ്രധാനാധ്യാപക മെറി റോസ്, അധ്യാപകരായ അനൂപ് കുമാർ M, ഷീജകുമാരി TP, PTA പ്രസിഡന്റ് ബിജേഷ് P, നാടക പ്രവർത്തകൻ ജയശങ്കർ കിളിയംകണ്ടി, അബ്ദുറഹ്മാൻ കള്ളിത്തൊടി, ജിമേഷ് കൃഷ്ണൻ, VM കൃഷ്ണദാസ്, ജീവാനന്ദൻ മാസ്റ്റർ, അശ്വതി, കൃഷ്ണകുമാരി എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. ചെറുട്ടി റോഡ് ശ്രീ ഭദ്രകാളി ക്ഷേത്രോത്സവം ഫെബ്രുവരി 20, 21, 22 തീയതികളിൽ നടക്കും. ഉത്സവ ബ്രോഷർ പ്രകാശനം ചെയ്തു. A. ശ്യാംസുന്ദർ ഏറാടിയിൽ നിന്നും AP കൃഷ്ണകുമാർ ബ്രോഷർ സ്വീകരിച്ചു. ശ്രീ ഭദ്രകാളി ക്ഷേത്രമുത്സവം 2026 ഫെബ്രുവരി 20, 21, 22 തീയതികളിൽ ഗംഭീരമായി ആഘോഷിക്കും. ഉത്സവ ബ്രോഷർ പ്രകാശനം മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് മുൻ പ്രസിഡന്റും ഫുഡ് ഗ്രെയിൻസ് അസോസിയേഷൻ പ്രസിഡന്റുമായ A. ശ്യാംസുന്ദർ ഏറാടി ക്ഷേത്ര പുനർനിർമ്മാണ കമ്മിറ്റി ചെയർമാൻ AP കൃഷ്ണകുമാറിന് നൽകി പ്രകാശനം ചെയ്തു. ക്ഷേത്രം വൈസ് പ്രസിഡന്റ് PN ഗോപികുമാർ അധ്യക്ഷത വഹിച്ചു. PR സുനിൽ സിംഗ്, K. ശങ്കരൻ പിള്ള, PS വിജയകുമാർ, TV നാരായണൻ, PS സതീഷ് കുമാർ, K. ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തളി ബ്രാഹ്മണ സമൂഹ മഠത്തിൽ ഭക്തി നിറവിൽ ശാസ്ത പ്രീതി ചടങ്ങുകൾ. ഭജനയിലും പൂജാകർമ്മങ്ങളിലും നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ക്ഷേത്രം പുരോഹിതർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കോഴിക്കോട് തളി ബ്രാഹ്മണ സമൂഹ മഠത്തിലെ ശാസ്താപ്രീതി മഹോത്സവത്തിന്റെ ഭാഗമായി ശാസ്താപ്രീതി ദിവസമായ ജനുവരി 10 നടന്ന ശാസ്താ ഭജന, ശാസ്താ സദ്യ എന്നിവ ഭക്തി നിർഭരമായി. ശാസ്താ ഭജനയിലും ശാസ്താ സദ്യയിലും നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. രാവിലെ ഗണപതി ഹോമത്തോടെ ആരംഭിച്ച പൂജാതി കർമ്മങ്ങളിൽ മഹന്യാസ പുരസ്സരം, രുദ്രാഭിഷേകം, വേദപാരായണ സമാപ്തി, തൈത്തരീയ ഉപനിഷത്ത് പാരായണം, ക്രമാർച്ചന എന്നിവ നടന്നു. പൂജാതി കർമ്മങ്ങൾക്ക് തളി ബ്രാഹ്മണ സമൂഹം പുരോഹിതൻ രഘു വാദ്യാർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പുരോഹിതന്മാരായ വെങ്കിടാചല വാദ്യാർ, ശ്രീറാം ഗനപാടികൾ, രാഹുൽ ശർമ്മ, കൃഷ്ണമൂർത്തി വാദ്യാർ, ശ്രീനാഥ് ശർമ്മ, ശങ്കര ശർമ്മ എന്നിവർ പൂജാതി കർമ്മങ്ങളിൽ സഹകാർമ്മികത്വം വഹിച്ചു. ബ്രഹ്മശ്രീ ഗുരുവായൂർ GK പ്രകാശ് ഭാഗവതരുടെ കാർമ്മികത്വത്തിൽ നടന്ന ശാസ്താ ഭജന, വഞ്ചിപ്പാട്ട്, ഹരിഹര പുത്രഭജന എന്നിവ ഭക്തി നിർഭരമായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബട്രോഡ് പാർക്കിൽ ശുചിമുറി മാലിന്യം തള്ളി കരാറുകാരൻ. കലൈമാനെ കന്നിമയിലെന്ന കണ്ടേനുനൈന. ഗാനഗന്ധർവൻ KJ യേശുദാസിന് 86ാം പിറന്നാൾ. ഖുർആൻ അത്ഭുതപ്പെടുത്തുന്ന ഭവ്യ തേജസ് എന്ന പുസ്തകം വായനക്കാരിലേക്ക്.
പ്രവാസികളുടെ ക്ഷേമവും സാമൂഹ്യ സാമ്പത്തിക ഉന്നമനവും ലക്ഷ്യമിട്ട് കോഴിക്കോട്ട് പ്രോഗ്രസീവ് മൈഗ്രൻസ് ഓർഗനൈസേഷൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.